ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊടുപുഴ സ്റ്റൈൽ കപ്പ പുഴുക്കും ബീഫ് കറിയുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് കപ്പ ഇനി നുറുക്കിയെടുക്കാം. നമ്മളിതിലേക്ക് ഒരു 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. നമുക്ക് സ്റ്റൗവിൽ വെച്ചത് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയും വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് നമുക്ക് കപ്പ വേവിക്കാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇനി കപ്പപ്പുഴുക്കിന് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3-4 തുള ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അരക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒതുക്കിയെടുത്താൽ മതി. അങ്ങനെ ബീഫ് ശരിക്കും വേവായിട്ടുണ്ട്. ഒരു 8 പീസിലായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് നോക്കാം. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 4 സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം.
കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. ഒരു 3-4 സർവ്വസുഗന്ധിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 പീസ് ഏലക്കായ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. മൂന്ന് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ശരിക്കും ഇതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ ശരിക്കും വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ വെള്ളം ഊറ്റിക്കളയാം. സവോളയൊക്കെ ശരിക്കും വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
മസാല എല്ലാം ശരിക്കും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളയ്ക്കുന്നത് വരെ നമുക്കതൊന്ന് നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പ ഇനി നമുക്കൊരു ചെരുവത്തിലേക്ക് മാറ്റാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി അരപ്പിട്ട് കൊടുക്കാം. കപ്പ നല്ലതുപോലെ ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. അങ്ങനെ തൊടുപുഴ സ്റ്റൈൽ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തിനി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇറക്കി മാറ്റി വെക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.